ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സോ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയിൽ, ഇപ്പോൾ ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ നല്ല ചെറിയ കഷ്ണം ആക്കണ്ട. പിന്നെ അതിലേക്ക് 3 ബ്രെഡ് ഇടുന്നു. ബ്രെഡ് കുറച്ച് നമുക്ക് കഷ്ണാക്കി കൊടുക്കാം. ഓക്കെ. പിന്നെ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അപ്പോൾ 2 വെളുത്തുള്ളിയും ഇത്തിരി ഇഞ്ചി ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം ഫ്ലേവർ ഒന്നും വേണ്ടാത്ത ഒരു നഗറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാശ്മീരി മുളക് പൊടി ഇടാതെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ കാശ്മീരി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ നമ്മളുടെ ഉപ്പ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഓക്കെ. ഒരു 1/4 സ്പൂണോളം നമ്മളുടെ സോയാ സോസ്, അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളുടെ ചിക്കൻ നഗറ്റ്സിൻ്റെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ആൻഡ് ഇതിപ്പം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ചിക്കനിൽ ഉണ്ടാകും വെള്ളം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്കിനി ഇത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ചിക്കൻ നഗറ്റ്സിൻ്റെ ഒരു മിക്സ്ചർ അല്ലെങ്കിൽ ഒരു മാവ് സംഭവം നമ്മൾ എന്ത് ചെയ്തു, ഒരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് നമ്മൾ കുഴച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഒരു വലിയൊരു കട്ടായി കിട്ടും. അല്ലാതെ വേറെ പൊടിയൊന്നും ഇല്ലല്ലോ, ബ്രെഡ് മാത്രമല്ല. പിന്നെ ബ്രെഡ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്തിട്ടോ ലാസ്റ്റ്. പിന്നെ ബ്രെഡിൻ്റെ ഒരു ക്രംസ് അല്ലെങ്കിൽ ബ്രെഡ് നഗറ്റ്സ് ഒക്കെ ആയിട്ട് മാറും. നമുക്കിവിടെ ചിക്കൻ ആണല്ലോ. ഓക്കെ. പിന്നെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പരത്തി വെച്ചത് ഇത് നമുക്ക് ഇനി പരത്തിയിട്ട് നമ്മളൊരു വലിയ സർക്കിളാക്കി മാറ്റും. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെറിയ ചെറിയ നഗറ്റ്സിൻ്റെ ഷേപ്പ് അറിയില്ല, അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം ഫ്രോസൺ ആയിട്ട്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിനി ഇത് പരത്തി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു തളിക പോലത്തുള്ളൊരു തളിക തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തു. മറ്റേത് ഇത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ആണല്ലോ, അപ്പോൾ അതിങ്ങനെ പൊട്ടി പോരാൻ തുടങ്ങും. കാരണം ഇങ്ങനെയൊക്കെ ബ്രേക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എണ്ണ ഒന്ന് ആഡ് ചെയ്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. നമ്മളിത് ഏകദേശം പരത്തി, ഇതൊന്നും കുഴപ്പമില്ല, കറക്റ്റ് വട്ടത്തിലാവാൻ പത്തിരി ഒന്നും അല്ലല്ലോ. അപ്പൊ നമുക്കിനി ഇത് എന്ത് ചെയ്യാം, കത്തി കൊണ്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ നഗറ്റ്സിന്റെ കഷ്ണമില്ല ആ ഒരു സൈസിലേക്ക് ഇത് മാറ്റണം. സൈഡൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. പിന്നത്തെ പരത്തുന്നതിലേക്ക് ആഡ് ആക്കിയാൽ മതി. ഞാൻ ഇത്ര തിക്നെസ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേറെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഒരു പ്രശ്നമില്ല. അത് കാണാൻ കുറേ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തിക്നെസ് ആക്കുന്നത്. ഈ നഗറ്റ്സിനെ നമുക്ക് ഏത് ഷേപ്പിലേക്കും ഇങ്ങനെ മാറ്റാം. കണ്ടോ, അധികം ഹാർഡൊന്നുമല്ല. എന്നിട്ട് ഇതിനെ നമ്മളിനി കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ കോഴിമുട്ടയിലേക്ക് ഞാൻ കാണിച്ചു തരാം. കോഴിമുട്ട ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും പിന്നെ ഒരു ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസും ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നേരെ പൊരിച്ചെടുക്കാം.
വെച്ചിട്ടൊരു ചെറിയൊരു ടിന്നിൽ കണ്ടെയ്നറിൽ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ആൻഡ് ഇത് എന്നിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം തന്നെ പൊരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോറൊന്നും ചെയ്യണ്ട കേട്ടോ, ഡയറക്റ്റായിട്ട് പൊരിക്കാം. ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പൊരിക്കാൻ നിൽക്കുന്നത്. ഫ്ലെയിമിലാക്കുന്നുണ്ട്, കാരണം ഇത് പച്ച ഇറച്ചിയാണല്ലോ, ബോയിൽഡ് ഒന്നും അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് വേവണം. അപ്പം അതിന് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തും ഫ്രൈ ചെയ്തും കൂടി എടുക്കുക. നമ്മളിതൊന്ന് മറിച്ചിട്ടും ഇനി കുറച്ച് നേരം കൂടി ഒന്ന് കുക്കാവേണ്ടതുണ്ട്. ചിക്കൻ നഗറ്റ്സ് ഇവിടെ ആയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് അത്ര ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഇത് ചിക്കൻ കുറച്ച് വേവാനുള്ള ആ ഒരു ടൈമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഇതിന് നമ്മളിനി ഇത് കോരി പ്ലേറ്റിലേക്ക് ഇടും. അതുപോലെ നമുക്ക് ഈ അടുത്ത ബാച്ച് ചിക്കൻ നഗറ്റ്സിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ എല്ലാവരും അറിയിക്കാം. ആൻഡ് നമുക്ക് 4 മണി ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആൻഡ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും. സോ എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കാം. അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.